ഉറപ്പാണോ? എങ്ങനെ അടിച്ചു പൊളിച്ചേ? എന്റെ ദൈവമേ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു നിപ്പുണ്ട് അടുത്തതിനുള്ള താളം പിടിച്ചിട്ടുള്ളത്. സൂപ്പർ ആയിരുന്നു. അല്ല, ഇതൊക്കെ ചെയ്ത കുട്ടിയമ്മ എന്തിയേ? കുട്ടിയമ്മേ, ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാര് തെറ്റിക്കും. ആണോ? നന്നായി. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഈ കൊടുത്ത് വിട്ടേക്കുവായിരുന്നു. ആണോ? എന്നാ ഈ കീയുടെ പേരെന്തിനാ? എന്നാ കീ പേര്? റീത്ത പീറ്റർ. ആ, റീത്ത പീറ്റർ. റീത്ത പീറ്റർ ഈ ഡാൻസ് മാത്രമല്ല, നന്നായിട്ട് പാട്ടും പാടും. അപ്പൊ മിസ് റീത്ത പീറ്റർ എവിടെയാണ് ഈ മിസ് റീത്ത പീറ്റർ വരുന്നത്? നെട്ടൂർ. നെട്ടൂരിൽ നിങ്ങൾ ഇതൊക്കെ ഫ്രണ്ട്സ് ആണോ? ഈ ഗ്യാങ് ഫ്രണ്ട്സ് ആണ്. എങ്ങനെ കണ്ടുമുട്ടി നിങ്ങള്? തൊട്ടടുത്താണ് ഞങ്ങളുടെ വീടുകളെല്ലാം. തൊട്ടടുത്തുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കൂടി അല്ലേ? ശരി, അപ്പൊ റീത്ത പീറ്ററെ നമുക്കൊരു പാട്ട് കേട്ടാലോ? പാടാം. ഓക്കെ, കേക്കട്ടെ. തേടി വരും കണ്ണുകളിൽ കോടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. മതസൗഹാർദ്ദമുള്ളൊരു ആഘോഷം, ഒരു ആഘോഷം ജീവിതത്തിൽ ഇതുവരെ ഞാനും കൂടിയിട്ടില്ല. എനിക്കൊന്ന് ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ മാത്രമേ ഉള്ളൂ. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇനി എനിക്ക് ഈ അമ്മമാരുടെ ഒക്കെ പേര് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഈ അമ്മയുടെ പേരെന്താ? മോളി ജോൺസൺ. ഓക്കെ, മോളി ആന്റി റോക്സ്. ഓക്കെ, പേര്? ലൂസി ജോർജ്. പേരെങ്ങനെയാ അമ്മേ? എന്റെ പേര് മേരി ജോയി. ഞാൻ ഹൗസ് വൈഫാണ്. അടിപൊളി. ഓക്കെ, യെസ്. അടുത്ത ആള്. അയ്യോ, നമുക്ക് പിന്നെ അറിയാലോ. പറഞ്ഞോ, പേരെന്താമേ? ബേബി ആന്റണി. ബാബു ആന്റണി. സോ ക്യൂട്ട്. യെസ്, അമ്മ പേര്? ചിന്നമ്മ സേവ്യർ. അമ്മേന്റെ പേര്? വിരോണി ജോൺ. എന്ത് ജോണ്? വിരോണി ജോൺ. വിരോണി. ഓക്കെ. 24 വയസ്സ്. 24 വയസ്സ്. അല്ല, 24 വയസ്സ് യോജിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയാണോ ബാക്കി വരുന്നത്? 74 വയസ്സൊന്നും പറയില്ലല്ലോ. കണ്ടോ? ഒരിക്കലും പറയില്ല. അടിപൊളിയാണല്ലോ. വൻ എനർജിയാണ്. ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ടച്ച് വുഡ്. അതെ കുട്ടിയമ്മേ, സാധാരണ ഇങ്ങനെ നമ്മുടെ യങ് ഗേൾസ് വരുമ്പോ ഇവിടെ ഒരു ആചാരമുണ്ട്. നമ്മൾ നിർബന്ധിക്കണം ഒരാളെ. അപ്പൊ നിർബന്ധിക്കുന്ന വ്യക്തി വന്ന് ഇവിടെ ഡാൻസ് കളിക്കും. വെറുതെ നിർബന്ധിച്ചാൽ മതി. യങ് ഗേൾസ്, നിങ്ങൾ എല്ലാരും പ്ലീസ് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ നിന്നുള്ളവർ ചാടി എണീറ്റ് നിൽക്കുന്ന കാണണോ? സ്പ്രിംഗ് ആക്ഷൻ. അപ്പൊ ഞാൻ 1 2 3 എന്ന് പറയുമ്പോ പ്ലീസ് എന്ന് പറയണേ. 1 2 3 പറഞ്ഞോ. പ്ലീസ്. എന്താണോ ചാടാത്തത്? അല്ലെങ്കിൽ എനിക്ക് ചാട്ടം കൂടുതലാണല്ലോ. ഒന്നും പറ്റില്ല. സാധാരണ ചേട്ടാ, സാധാരണ ഇവിടെ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടന്നാൽ ആദ്യം ഇവിടെ ചാടി വന്ന് ഡാൻസ് കളിക്കുന്ന ആരാണ്? അത് നമ്മുടെ ആള് തന്നെ. സൂപ്പർ. അതെ, നമ്മുടെ ബിപിൻ ജോർജ് ആയിട്ടൊന്ന് ഡാൻസ് കളിക്കാൻ പറ്റുമോ? പിന്നെ റെഡി. ഇന്ന് നീ മടിക്കുന്ന ചേട്ടാ. ഇതാ പ്രിയ സുഹൃത്തുക്കളെ, ഈ വേദിയിൽ ബിപിൻ ജോർജ് ആൻഡ് ഗേൾസ്. ധില്ലം ധില്ലം ധളാങ്കണക്ക ചെണ്ടമൃതങ്ങം മേലേക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടി പടയണി മേളം. ഓ കാവടി മേളം. ഹേ നാട്ടുകളരി കച്ചമുറുക്കണ വാൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വരമ്പിരി വെട്ടി തോതിര കടകമുടിയും തലയും താളം. ഓ കടകൻ താളം. കോമരങ്ങൾ കൊടിയുണ്ടേ, പഞ്ചവാദ്യപ്പൂവിലുണ്ടേ. ഹേ കോമരങ്ങൾ കൊടിയുണ്ടേ, പഞ്ചവാദ്യപ്പൂവിലുണ്ടേ. ആങ്കണക്ക ധളാങ്കണക്ക ധില്ലം ധില്ലം ധളാങ്കണക്ക ചെണ്ടമൃതങ്ങം മേലേക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടി പടയണി മേളം. ഓ കാവടി മേളം. ഓ കാവടി മേളം. ഓ കാവടി മേളം. കാവടി മേളം, പടയണി മേളം, പടയണി മേളം, കാവടി മേളം, കാവടി മേളം, പടയണി മേളം, പടയണി മേളം, കാവടി മേളം, കാവടി മേളം, പടയണി മേളം, പടയണി മേളം, കാവടി മേളം. ഒരു രക്ഷയില്ല. 2 വരി തുള്ളാൻ പറ്റുള്ള ഇവിടെ. സമ്മതിച്ച് എന്റെ പൊന്നോ. ഭയങ്കര എനർജി കേട്ടോ. ടച്ച് കൂടി. ഈ എനർജി എന്നും നിലനിൽക്കട്ടെ. അതെ,
ഈ കുരുപ്പ് ടീമിന്റെ MD ഇവിടെ വരണം. ആരാണ് ഈ കുരുപ്പ് ടീമിന്റെ MD? ഇവരെയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത ആരാണ്? അതെ മോനുണ്ടല്ലോ ഏതാ മോനെ? ആ മോനെ ഇങ്ങോട്ട് വിളിച്ചേ. അത് വലിയൊരു സന്തോഷമുണ്ട്. കാരണം എല്ലാരും ആദ്യം കിതപ്പ് ഇവര് കഥക്കണില്ലെന്ന് ഒരാളുടെ ശബ്ദം പോലും ഇവിടെ കഥക്കണ കേക്കള്ള. ഞാനും ബിബിൻ ചേട്ടൻ ഇവിടെ മനുഷ്യൻ ജിമ്മിൽ പോണാണ്, സ്ട്രെങ്ത് ചെയ്യണാണ്, എന്നിട്ടും അതാണ് പഴയ ആൾക്കാരുടെ എന്ന് പറയുമ്പോ അത്രയും സ്ട്രോങ് ബോഡിയാണ്. നമ്മളെ പോലെ ഒന്നും അല്ല. എന്നാ ചേട്ടന്റെ പേരെങ്ങനെയാ പറഞ്ഞേ? ഷൈൻ. ഈ നിൽക്കുന്ന ആളുടെ മകനാണ്. ഏത് പവർ പാക്കിന്റെ ആണ്? ഇതാണ് അമ്മ. എങ്ങനെ ഈ ഒരു അമ്മമാരുടെ ഒരു കൂട്ടായ്മ ഇങ്ങനെ കൂടി ഇങ്ങനെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യണം എന്നുള്ളത് ഉദ്ദേശം എങ്ങനെയായിരുന്നു? വീട് കൊച്ചിയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അറിയാലോ, അവിടെ അതിൻ്റെതായ കലാപരിപാടികൾ ഉണ്ടാവും. അതിനോടനുബന്ധിച്ച് എന്ത് പരിപാടി ഉണ്ടായാലും അപ്പൊ പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, അതൊരു കൾച്ചറാണ്. അല്ല, അതിൽ മാത്രമല്ല ഏട്ടാ, ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ വീട്ടിൽ ഒതുങ്ങി അല്ലെങ്കിൽ അങ്ങനെ മാറാതെ ഇവരെയൊക്കെ ഒരു എന്താ പറയുന്ന ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന്റെ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് നിങ്ങൾക്കും കൂടിയുള്ള ക്രെഡിറ്റ് ആണ്. അത് ഓരോ അമ്മമാരുടെ മക്കളുള്ളതാണ്. അത് ഇവർക്കൊരു മടിയുമില്ല, എന്ത് പറഞ്ഞാലും അത് മനസ്സിലായി. അവരത് ഞാൻ ആ പാട്ട് ഇടക്ക് വെച്ച് നിർത്തിക്ക ഓക്കെ എന്ന് പറഞ്ഞപ്പോ ഇവര് പക്ഷെ ഭയങ്കര നല്ല എനർജി ആയിരുന്നു. എങ്ങനെ തോന്നുന്നു ഇവിടെ ഒരു ഒരുപാട് സന്തോഷം. ഷൈൻ്റെ ഒരു ഉദ്യമം ഗംഭീരമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മമാരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ, ബിബിൻ പറഞ്ഞ പോലെ വീട്ടിലിങ്ങനെ അവർക്ക് ഭയങ്കര കുറച്ച് കഴിയുമ്പോൾ വേറെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ മക്കളെയും കെട്ടിച്ചുവിട്ട് മക്കളൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്കും ഒരു എന്റർടൈനിങ് ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരു കണ്ടെത്തൽ നിങ്ങൾ അങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ് ഇവർ ഈ എനർജി കുറേ വർഷങ്ങൾ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കാത്തു സൂക്ഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഇതില് രണ്ടുപേരെ കസേരയിൽ വെച്ചിട്ട് കളഞ്ഞ ആൾക്കാരാണ്. കസേരയിൽ നടക്കാം, രണ്ടുപേര് അവിടെ നിൽക്കണേ, രണ്ടുപേര് ഭയങ്കര സ്റ്റെപ്പ് ആയിരുന്നല്ലോ. പിന്നെ അല്ല, എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ചെയറിൽ ഇരുന്ന ആൾക്കാർ എണീറ്റ് ഡാൻസ് കളിച്ച് പോവും ഇവരുടെ കൂടെ. ഞാനും അങ്ങനെയായിരുന്നല്ലോ, ചെയറിലിരിക്കായിരുന്നു. അതെ, അവിടുത്തെ സ്പ്രിംഗ് പോലെയായിരുന്നു എണീറ്റ് വന്നത്. ഇനി നമുക്ക് നമ്മുടെ പക്രുചേട്ടനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പെർഫോമൻസ്? പ്രായം ടച്ച് ചെയ്യാത്ത പ്രകടനം, അത്ഭുത പ്രകടനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് വയ്യാതെ അങ്ങനെ ഇരുന്ന അമ്മമാര് ഈ 2 ഡാൻസും കഴിഞ്ഞതിന് ശേഷം വിപിന്റെ ടാങ്കണയ്ക്കൊക്കെ വന്നിട്ട് ലാസ്റ്റ് ദാ കിടക്കുന്നെന്ന് പറഞ്ഞ് പുള്ളി പോയി. എന്നിട്ട് അവരങ്ങനെ നിൽക്കുക വിത്ത് എലീന പവറായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, എനിക്ക് നിങ്ങളുടെ ഈ ഒരു പ്രകടനം ശരിക്കും ഈ നമ്മുടെ ഷോ കാണുന്ന പ്രായമായ അമ്മമാർക്ക് വലിയ പ്രചോദനമായിരിക്കും. അവരൊരിക്കലും ഇരുന്നുകൊണ്ടിത് കാണില്ല. ഇത് കഴിഞ്ഞാൽ അമ്മമാർ എണീറ്റ് ചെറുതായിട്ട് സ്റ്റെപ്പ് വെച്ച് തുടങ്ങുന്നതാണ്. കാരണം എന്തുകൊണ്ട് നമുക്കിങ്ങനെ ആയിക്കൂടാന്ന് ഒരുപാട് പേരെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ടീം കോമ്പിനേഷൻ ആയിരുന്നു നിങ്ങളത്. സകലകലാ വല്ലഭകളാണ് ഈ വേദിയിൽ നിറഞ്ഞാടിയത്. നിങ്ങളുടെ മുഖത്തൊക്കെ നല്ല നിറഞ്ഞ ചിരിയാണ്, ആത്മവിശ്വാസത്തിന്റെ ചിരിയാണ്, പ്രായം തളർത്താത്ത ചിരിയാണ്. അതങ്ങനെ മായാതെ നിൽക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ ടീമിന്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കോ നിങ്ങൾ? ചേട്ടാ, എലീന, ഓൾ ക്രൂ വിശ്വസിച്ചോ? അന്ന് വന്ന് ഞാൻ ഡാൻസ് കളിച്ചില്ലേ പെൺപിള്ളേരോട്, അതിലും നല്ല സന്തോഷമുണ്ട് എനിക്കിപ്പോ. അല്ല, കാണാനുണ്ട്. അതറിയോ, പഴയ ക്ലാസ്മേറ്റ്സിന്റെ കൂടെ നമ്മൾ കൂടുമ്പോ നമുക്കൊരു എനർജി ഉണ്ടാവും. എല്ലാ കാര്യം ഉണ്ടായിരുന്നു. എല്ലാവരും ചെവിയിലൊക്കെ പറഞ്ഞു നിൽക്കാതേ ഉള്ളൂ. ഒരു സെക്കൻഡ്, കുട്ടിയമ്മ പ്ലീസ് കം ഹിയർ. വന്നേ കുട്ടിയമ്മ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു പരിപാടി ഇത്രയും ഓളത്തിൽ കൊണ്ടുവന്ന കുട്ടിയമ്മയും ഈ പിള്ളേരും തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമുക്ക് സ്നേഹത്തോടെ കുറച്ച് നക്ഷത്രങ്ങൾ കൊടുത്താലോ എന്ന് അത് എന്ത് പറയുന്നു? ഇത് നമ്മളുടെ അമ്മമാരാണ് വന്ന എല്ലാവരും. അവർക്ക് നമ്മൾ മാക്സിമം ആണ് ചെയ്യേണ്ടത്. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ നാട്ടിലെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ അമ്മമാർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കണം. അടിപൊളി. അപ്പൊ അതുകൊണ്ട് 5 സ്റ്റാർ ഏറ്റവും കൂടിയ സാധാരണ 5 സ്റ്റാർസ് പറയുന്നത് 5 നക്ഷത്രങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സന്തോഷമായില്ലേ? നമുക്കിത് ആഘോഷമായിട്ട് മേടിക്കണ്ടേ? ക്രിസ്മസ് ആയിട്ട് ഇനി എത്ര നക്ഷത്രങ്ങളല്ലേ തെളിയാൻ പോകുന്നത്? ഇവിടെ ഓൾറെഡി 5 നക്ഷത്രം ഞാൻ തരാൻ പോവുകയാണ്. കുട്ടിയമ്മയ്ക്കും ഈ ടീമിനും കൂടെ ഉള്ളതാണ്. റെഡിയാണോ? അപ്പൊ എന്തായാലും കുട്ടിയമ്മ എല്ലാവരോട് ചേർന്ന് ഇത് വിപിൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിക്കോളൂ. 5 stars.
ഗോൾഡൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടാണ് സമ്മാനമായി നേടുന്നത്